യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ അതേ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ചിന്തകൾ നമുക്ക് ചിന്തിപ്പാൻ, ധ്യാനിപ്പാൻ, ദൈവസ്ഥലിൽ പ്രാർത്ഥിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ പ്രധാനമായി ചിന്തിക്കുന്നത് അതേ സോദോമിൽ പാർക്കുന്നതായ അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്ത്. ആ ലോത്ത് അവിടെ വസിച്ചു. എന്നാൽ ലോത്ത് അവിടെ ഒരിക്കലും ആത്മീയമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ഭൗതികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തും ആ ദേശത്തിലെ ജനങ്ങളിൽ വ്യാപരിക്കുന്നതായ പാപത്തോട് പോരാടാതെ, അല്ലെങ്കിൽ അതിനെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയോ ദൈവത്തിൻ്റെ ഇടപെടൽ ആവശ്യപ്പെടുവാനോ കഴിയാതിരിക്കുന്നതായ ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ അതേ അബ്രഹാമിൻ്റെ അടുക്കൽ കടന്നു വന്ന ദൂതന്മാരിൽ 2 പേർ സോദോമിൽ കടന്നു വരികയും അവിടെ വെച്ച് അവർ ഈ ലോത്തിനെ പട്ടണവാതിൽക്കൽ കണ്ടു. അങ്ങനെ ലോത്തിൻ്റെ കൂടെ അവർ ലോത്തിൻ്റെ ഭവനത്തിൽ വന്നു എന്നും ആ സമയത്ത് സോദോമിൻ്റെ പാപത്തെ വെളിവാക്കാൻ കഴിയുന്നതായ വലിയ ഒരു സംഭവം അവിടെ നടന്നു. ആ സംഭവം എന്ന് പറയുന്നത് ആ പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അതേ അപാലവൃദ്ധം ആളുകൾ കടന്നു വന്ന് ഈ ലോത്തിൻ്റെ ഭവനത്തിൽ കടന്നു വന്നതായ ഈ ദൂതന്മാരെ ഭോഗിക്കുവാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ലോത്ത് അതിനെ എതിർത്തു എന്നും ഇതുവരെ താൻ ചെയ്യാത്തതായ ഒരു കാര്യം അവിടെ ലോത്ത് ചെയ്തു. ഇതുവരെ താൻ സംസാരിക്കാത്ത രീതിയിൽ സോദോമിലെ ആളുകളോട് ലോത്ത് സംസാരിച്ചു, നിങ്ങൾ ഈ കാണിക്കുന്ന ദുഷ്ടത എന്ന് പറഞ്ഞ. അപ്പോൾ ആ സമയം മുതൽ തന്നെ ലോത്തിനെ ഈ ആളുകൾ എതിർക്കാൻ തുടങ്ങി. നീ ഞങ്ങളുടെ ഇടയിൽ കടന്നു വന്ന് ന്യായം വിധിക്കുന്നുവോ? നീ പരദേശിയാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർപ്പിച്ചപ്പോൾ അതെ നമ്മൾ കാണുന്നു ഈ ജനം മുഴുവനും വളരെ വയലൻ്റ് ആവുകയാണ്. ഈ സമയം അകത്തുണ്ടായിരുന്ന ആ പുരുഷന്മാർ, അതേ ഈ ദൂതന്മാർ, അവരുടെ കൈ പുറത്തോട്ട് നീക്കി അതേ ലോത്തിനെ പിടിച്ച് അകത്തേക്കാക്കിയിട്ട് ആ മുറിയുടെ വാതിൽ അടച്ചു കളഞ്ഞുവെന്നും ആ ദൂതന്മാർ അവിടെ ചെയ്തതായൊരു പ്രവൃത്തിയുണ്ട്. അവിടെയുള്ള ആളുകളെ മുഴുവനും അന്ധത പിടിപ്പിച്ചു. ആ അന്ധതയെക്കുറിച്ച് നമ്മൾ ആത്മീയമായ അർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ആ ആളുകൾക്ക് അതുവരെയും അവരുടെ മനസ്സ് അന്ധമായിരുന്നപ്പോൾ ഇപ്പോൾ അവരുടെ അക്ഷരീകമായ കണ്ണും കൂടെ കുരുട്ടായി തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ സമയത്ത് ദൂതന്മാർ ലോത്തിനോട് പറയുന്നതായ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. അവർ ഇപ്രകാരം പറഞ്ഞു. നമ്മൾ വായിക്കുന്ന വാക്യം ഉൽപ്പത്തി പുസ്തകം 19-ന്റെ 12-ാമത്തെ വാക്യം. ആ പുരുഷന്മാർ ലോത്തിനോട്, ഇവിടെ നിനക്ക് മറ്റു വല്ലവരുമുണ്ടോ? മരുമക്കളോ പുത്രന്മാരോ ഇങ്ങനെ പട്ടണത്തിൽ നിനക്കുള്ളവരേക്കെയും ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിക്കൊള്ളുക. ഇവരെക്കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുമ്പാകെ വലുതായി തീർന്നിരിക്കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും. അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഈ ഒരു സമയമാണ് തൻ്റെ വീട്ടിൽ വന്ന പുരുഷന്മാർ, അവർ സാധാരണ മനുഷ്യരല്ല, അവർ വളരെയധികം അഭൗമികരായ ആളുകളാണ്. അതേ, അവർ ദൈവത്താൽ ഐക്യപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ ദൂതന്മാരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ലോത്തിനുണ്ടാവുകയാണ്. ഇനി ശ്രദ്ധിക്കുക, ഞാൻ ഈ ഒരു വേദഭാഗത്തു നിന്നും മനസ്സിലാക്കിയ ഒരു കാര്യം, അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ ആ പുരുഷന്മാരെ ദൈവത്തിൻ്റെ ദൂതന്മാരായി അതേ അവന് കണ്ടെത്തുവാൻ സാധിച്ചെങ്കിൽ ലോത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര വേഗം ഇത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഇത് അവരവർക്ക് ലഭിച്ച ആത്മീയമായ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ആത്മീയമായിട്ടുള്ള ആ ദർശനവും വെളിപ്പാടും ഉണ്ടെങ്കിൽ വളരെ വേഗം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ കാണുന്നതായ സംഭവങ്ങൾ, നമ്മൾ കേൾക്കുന്നതായ കേൾവികൾ, അതേ നമ്മുടെ മുമ്പാകെ കടന്നു വരുന്നതായ വിഷയങ്ങൾ, അവയെ ആത്മീയമായി വിവേചിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് സ്വർഗീയമായ ദർശനം ആവശ്യമാണ്. ഈ സ്വർഗീയമായ ദർശനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ആത്മീയമായ വിവേചന അധികാരത്തിൽ നമുക്ക് ലഭിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള കാര്യം അതേ ലോത്തിൽ വളരെ താമസിച്ചാണ് സംഭവിക്കുന്നത്. അത് ഈ ദൂതന്മാർ വെളിപ്പെടുത്തതുകൊണ്ട് മാത്രമാണ് ലോത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം കൈവിടപ്പെട്ടു പോയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, അങ്ങനെ ലോത്ത് ചെന്ന് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ടു പുറപ്പെടുവീൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവൻ്റെ മരുമക്കൾക്ക് തോന്നി. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ ലോത്തിൻ്റെ പുത്രിമാർ വിവാഹിതരല്ല, പക്ഷേ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ സംബന്ധിച്ചിടത്തോളം ഈ സൊദോമിലുള്ള ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ അവൻ്റെ മരുമക്കൾ തന്നെയാണ്. ആ മരുമക്കളുടെ അടുക്കൽ ചെന്ന് യഹോവ പട്ടണം നശിപ്പിക്കുമെന്ന് ലോത്ത് പറഞ്ഞപ്പോൾ അവരുടെ മറുപടി,
നീ കളി പറയുന്നു എന്നുള്ളതാണ്. അവൻ കളി പറയുന്നു അല്ലെങ്കിൽ തമാശ പറയുന്നു എന്ന് അവർ പറഞ്ഞതിൻ്റെ സാഹചര്യം ഒരുക്കിയത് ലോത്ത് തന്നെയാണ്. കാരണം ലോത്ത് ഒരിക്കലും സൊദോമിൻ്റെ പാപത്തെ വലുതായി കണ്ടിട്ടില്ല. തൻ്റെ മക്കളോടോ മരുമക്കളോടോ ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അങ്ങനെ പാപം ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ സൊദോമിന് വരാവുന്ന നാശത്തെ അവൻ മുൻകൂട്ടി ഇവരോട് സംസാരിച്ചില്ല. ഏത് സമയത്തും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ലോകത്ത് എപ്പോഴും ദൈവം നീതിയുള്ളവനായതുകൊണ്ട് ദൈവത്തിന് ന്യായവിധി വെളിപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് ദൈവം ഒന്നും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം ഇത് കൃപയുടെ ഒരു കാലഘട്ടമാണ്. പക്ഷേ അതേസമയം തന്നെ കൃപയുടെ കാലഘട്ടമായതുകൊണ്ട് ദൈവം ഈ ലോകത്ത് അനിവാര്യമാക്കാൻ പോകുന്നതായ ന്യായവിധി നടക്കില്ല എന്നുള്ള ഭാവത്തോട് നമ്മൾ ജീവിച്ചാൽ വാസ്തവത്തിൽ നമ്മൾ ലോത്തിന്റെ സ്ഥാനത്താണ്. അവർക്ക് തന്നെ തോന്നും, അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആളുകൾക്ക് തോന്നും, നമ്മൾ കളി പറയുന്നു എന്നുള്ളത്. നമ്മുടെ പ്രവൃത്തി ശരിയായിട്ടുള്ള നിലവാരത്തിലല്ലെങ്കിൽ നമ്മൾ കളി പറയുന്നു എന്ന് മാത്രമേ അവർക്ക് തോന്നുകയുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു അധ്യാപകനിൽ നിന്ന് ഞാൻ കേട്ടതായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. താൻ ഒരിക്കൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, നല്ല തിരക്കുള്ള ഒരു ട്രെയിനിൽ ചില സുവിശേഷ പ്രവർത്തകരായ യുവാക്കൾ അതിലേക്ക് പ്രവേശിച്ചു. അവർ തങ്ങളുടെ തോളിൽ സഞ്ചികൾ തൂക്കിയിട്ട് സുവിശേഷ ലഘുലേഖകളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഈ ട്രാക്റ്റുകൾ കൊടുത്താണ് അവർ ഈ ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അവർ കൊടുത്ത ട്രാക്റ്റിൻ്റെ കണ്ടന്റ്, അതിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു: ലോകം കത്തിയിരിയാൻ പോകുന്നു, നിങ്ങൾ രക്ഷ പ്രാപിച്ചോ. അപ്പോൾ ഈ ഒരു ചോദ്യമുള്ളതായി ട്രാക്റ്റ് ആ ട്രെയിനിലുള്ള ആളുകൾക്കെല്ലാം തന്നെ അവർ വിതരണം ചെയ്തു. എന്നാൽ ആ ട്രെയിനിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് EMS നമ്പൂതിരിപ്പാട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ട്രാക്റ്റ് കൊടുത്തപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹം ഈ ട്രാക്റ്റ് വായിച്ചു. എന്നിട്ട് അദ്ദേഹം ഈ ട്രാക്റ്റ് നൽകിയതായ ആളുകളെ കാണാൻ വേണ്ടി ട്രെയിനിലൂടെ നടന്ന് ചെല്ലുമ്പോൾ അതിൽ ഒരു ട്രാക്റ്റ് കൊടുത്തതായ ആള് പുറത്തോട്ട് കാലുകൾ നീട്ടി ആ ട്രെയിനിൻ്റെ വാതിക്കൽ ഇരിക്കുന്നത് EMS ശ്രദ്ധിക്കുകയുണ്ടായി. ആ വ്യക്തിയോട് EMS ചോദിച്ചു, നിങ്ങൾ എത്ര ഗൗരവമുള്ളതായ ഒരു വിഷയം ഞങ്ങൾക്കെല്ലാം വായിക്കാൻ തന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇത്രത്തോളം അലസമായിരിക്കാൻ കഴിയുന്നു എന്നുള്ളത്. വാസ്തവത്തിൽ എന്നെ അത് വളരെ ചിന്തിപ്പിക്കാനിടയായി തീർന്നു. കൊടുക്കുന്ന സന്ദേശം, ആ സന്ദേശത്തിന് ഗൗരവം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്ന പ്രസംഗം അതിൻ്റെ ഗൗരവം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അത് കൊടുത്തിട്ട് എന്താണ് കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് സംബന്ധിച്ച് ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുമായി വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ നമ്മളുമായി പങ്കിടുന്നുണ്ട്. ആ വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. 1 കൊരിന്ത്യർ 3:10 മുതൽ: എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. ഇത് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ദൈവം തന്നെ ഈ ഭൂമിയിൽ അയച്ചതും തന്നെ ദൈവത്തിൻ്റെ വേലയ്ക്കാക്കി ഇവിടെ വെച്ചിരിക്കുമ്പോൾ താൻ ചെയ്യുന്നതായ കാര്യം എങ്ങനെയുള്ളതാണെന്നാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം, അതായത് നമ്മുടെ ജീവിതം ദൈവകൃപയ്ക്കൊത്തവണ്ണമുള്ള ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവകൃപ പ്രാപിക്കുവാൻ, നമ്മൾ ചെയ്യുന്നതായ ഓരോ പ്രവൃത്തിക്കും അതിൻ്റെ ഒരു പൂർണ്ണതയും അതിന് തികവും വരണമെങ്കിൽ നമുക്ക് ദൈവകൃപ വളരെ ആവശ്യമാണ്. നോഹയെക്കുറിച്ച് നമുക്ക് തിരുവെഴുത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. നോഹയോട് ദൈവം പെട്ടകം പണിയാൻ പറയുമ്പോൾ ആ പെട്ടകം പണിയാനുള്ള ഉത്സാഹമുള്ളവനായ നോഹയ്ക്ക് ദൈവം തൻ്റെ കൃപ കൊടുത്തു എന്ന് വായിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ദൈവകൃപ വളരെ ആവശ്യമാണ്. അങ്ങനെ പൗലോസിന് ദൈവം കൃപ കൊടുത്തതിനാൽ താൻ അതിന് തക്കവണ്ണമായി ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. അതായത് ലോകത്തെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനങ്ങളുടെ, സഭയുടെ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട അടിസ്ഥാനം ഇടുന്നത് അപ്പോസ്തലൻ പൗലോസ് തന്നെയാണ്. കർത്താവ് യേശുക്രിസ്തു എങ്ങനെ സഭ പണിതു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്നീ അടിസ്ഥാനത്തിന്മേൽ തൻ്റെ സഭ പണിതെടുത്തു. പൗലോസ് ആദ്യത്തെ ഒരു മിഷണറി എന്നവണ്ണം ആ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചതായ ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലൻ പൗലോസ്. അതിന് തക്കതായിട്ടുള്ള ദൈവകൃപയ്ക്കൊത്തോണമാണ് അവനത് ചെയ്തത്. ഇനി മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. പിന്നീട് വരുന്ന ആളുകൾ പൗലോസ് പണിതതായ പണിയുടെ പുറത്താണ് പണിയുന്നത് എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സൂചന നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, താൻ
എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. അതായത് ഓരോരുത്തരും വിലയിരുത്തണം തൻ്റെ ഈ ശുശ്രൂഷ, തൻ്റെ ഈ വേല താൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. 11-ാം വാക്യത്തിൽ ഈ പ്രവർത്തികളുടെ എല്ലാം തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയില്ല. യേശുക്രിസ്തുവാണ് അടിസ്ഥാനം. യേശുക്രിസ്തു എന്ന ആ മൂലക്കല്ലിൻ്റെ മുകളിലാണ് ഈ സഭ പണിതെടുക്കുന്നത് എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സൂചനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ 12-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ആ അടിസ്ഥാനത്തിന് മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വെളിയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. നോക്കൂ, യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്നവരായ ആളുകൾ അവർക്ക് തോന്നിയതായ രീതിയിൽ പണിതെടുക്കുന്നവരുണ്ട്. ചിലർ പൊന്നുപയോഗിക്കുന്നു, ചിലർ കല്ലുപയോഗിക്കുന്നു, ചിലർ മരം ഉപയോഗിക്കുന്നു, ചിലർ വൈക്കോൽ ഉപയോഗിക്കുന്നു. ഇതൊക്കെ അവരവർക്ക് തോന്നിയതുപോലെയാണ് അവർ ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ചെയ്തതായ പ്രവൃത്തി നമുക്ക് തോന്നിയതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇങ്ങനെ യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും സുവിശേഷം പ്രസംഗിക്കുന്നു അല്ലെങ്കിൽ വചനം പറയുന്നു എന്നുള്ളത് ഞാൻ കർത്താവ് യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ചെയ്യുന്നതായ പ്രവൃത്തിയാണ്. അത് എനിക്ക് ബോധ്യമുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഞാനൊരു സുവിശേഷ ലേഖനം കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഞാൻ സഹായിക്കുമ്പോഴോ അത് എനിക്ക് ബോധിച്ച രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വാണിംഗ് വരുന്നുണ്ട്. അവനവൻ പ്രവർത്തിക്കുന്ന പ്രവൃത്തി വെളിപ്പെട്ടു വരുന്നതായ ഒരു കാലമുണ്ട്. ആ ദിവസം അതിനെ തെളിവാക്കും. അതായത് ആ ന്യായവിധി ദിവസത്തിൽ നമ്മുടെ പണി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അവിടെ വെളിവാകും. ഞാൻ ഒരു വലിയ കൺവെൻഷൻ പ്രീച്ചറായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അനേകരെ അഭിസംബോധന ചെയ്യുന്ന ആളായിരുന്നു, ഒരു സൂപ്പർ സ്റ്റാർ എന്ന പോലെ വിശ്വാസ ലോകത്തിൽ നിന്ന ഒരു വ്യക്തിയായിരുന്നു, എല്ലാവർക്കും എന്നെ സ്നേഹമായിരുന്നു, എല്ലാവരും എനിക്കൊരു താരപരിവേഷം തന്നു എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകം വിധിക്കുന്നത് പോലോ ആളുകൾ വിധിക്കുന്ന പോലെ അല്ല ദൈവത്തിനു മുമ്പാകെ നമ്മൾ വിധിക്കപ്പെടുന്നത്. അന്ന് നമ്മുടെ പ്രവൃത്തി എന്തായിരുന്നു എന്നുള്ളത്, എങ്ങനെയായിരുന്നു എന്നുള്ളത് വെളിപ്പെട്ട് വരും എന്നാണ് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു ചിന്തയോടുകൂടി വേണം നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ദൈവനാമത്തിന് മഹത്വവും ദൈവത്തിന് എന്നവണ്ണവും നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ നമ്മുടെ പ്രവൃത്തിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നും തക്കതായ അംഗീകാരം അതെ അന്നാളിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. 13-ാം വാക്യത്തിൻ്റെ അടുത്ത ഭാഗം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന തീ തന്നെ ശോധന ചെയ്യും. അതായത് ന്യായവിധി തന്നെ ശോധന ചെയ്യും. 14-ാം വാക്യം, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ഇത് സൂചിപ്പിക്കുന്നത് ഒരു സേവഡ് സോൾ നമുക്ക് സാധ്യമാണ്, എന്നാൽ അതേസമയം തന്നെ ഒരു വേസ്റ്റഡ് ലൈഫും നമുക്ക് സാധ്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നമുക്കൊരു രക്ഷപ്പെട്ടതായ ആത്മാവ് ആവശ്യമാണ്, എന്നാൽ അതേപോലെ തന്നെ നമുക്ക് വളരെ ഫലപ്രദമായ ഒരു ജീവിതവും അനിവാര്യമാണ്. പലപ്പോഴും ആളുകൾ പ്രഥമ ദൃഷ്ടിയ പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ ചെന്നാൽ മതി, അവിടുത്തെ ആ പടിവാതിക്കലെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി. പക്ഷേ ഇതല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് ഒരു സേവഡ് സോളും വേസ്റ്റഡ് ലൈഫും അല്ല, നേടപ്പെട്ട ഒരു ആത്മാവും നഷ്ടപ്പെട്ട ഒരു ജീവിതമല്ല. നേടപ്പെട്ട ആത്മാവ് ഉള്ളപ്പോൾ തന്നെ അതേ നേടപ്പെട്ടതായ ഒരു ജീവിതവും നമുക്ക് ആവശ്യമാണ്. ഈ ലോത്തിന് സോദോമിൽ എന്താ സംഭവിച്ചത്? അവൻ്റെ ആത്മാവ് രക്ഷപ്പെട്ടു, പക്ഷേ അവൻ്റെ ജീവിതം അവിടെ നശിച്ചുപോയി. തനിക്കുള്ളതെല്ലാം നശിച്ചുപോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ അതേ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തൻ്റെ പെൺമക്കളെ വിവാഹം ചെയ്യാനിരുന്ന മരുമക്കളുകൂടെ അവന് നഷ്ടപ്പെട്ടു പോയി. നേടാമായിരുന്നു, പക്ഷേ ലോത്തിൻ്റെ ജീവിതത്തെ കണ്ടുകൊണ്ട് ഇവൻ തമാശ പറയുകയാണ് എന്ന് ചിന്തിക്കത്തക്കവണ്ണം ആ മരുമക്കൾ ആയിത്തീർന്നു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ദൈവം നമ്മളുടെ ആത്മാവിനെ നേടുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, മറിച്ച് ദൈവം പറയുന്നത് നമ്മുടെ ജീവിതം കൂടെ നമ്മൾ ഈ ഭൂമിയിൽ നേടേണ്ടത് ആവശ്യമാണ്. അതെങ്ങനെയാണ്? നമുക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം അതേ നമ്മൾ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുമ്പോൾ പാപത്തെ പാപമെന്ന് കാണുവാനും പാപത്തെ എതിർക്കുവാനും അതേ അനേകരെ കർത്താവിനായി നേടുവാനും അനേകരുടെ ആത്മാക്കളെ വിടുവിച്ചെടുക്കാനും അനേകരുടെ ജീവിതത്തെ നേടുവാനും നമുക്ക് സാധിക്കുമെങ്കിൽ അതിനോളം അനുഗ്രഹിക്കപ്പെട്ട ജീവിതം വേറെയില്ല. ഇന്ന് നമുക്കതിനുവേണ്ടി സമർപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം.
സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വാസ്തവമായിട്ടും കർത്താവേ, ഞങ്ങൾ നേടപ്പെട്ട ആത്മാക്കളായി ഇരുന്ന ജീവിതം നഷ്ടപ്പെടുത്തുന്നവരായി തീരാതെ, കർത്താവേ, ലോത്ത് ഞങ്ങളുടെ മുമ്പിൽ ഒരു ഉദാഹരണമായിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ജീവിതം അതേ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ ഞങ്ങൾക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ജീവിപ്പാൻ കർത്താവേ, അങ്ങയുടെ ന്യായവിധി ദിവസം വരുമ്പോൾ ഞങ്ങളുടെ പ്രവൃത്തികൾ നിലനിൽക്കുവാൻ തക്കതായി അങ്ങ് ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.